ഫ്രണ്ടിലെ പല്ലുകളുടെ ഇടയിലെ വിടവ് അഥവാ മിഡ്ലൈൻ ഡയസ്റ്റീമ പല ആൾക്കാരിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എന്തുകൊണ്ട് വരുന്നെന്ന് നിങ്ങൾക്ക് അറിയാമോ? പല്ലുകൾ തമ്മിൽ അടുക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് സൂപ്പർ ന്യൂമറി ട്യൂത്ത്, അതായത് അസാധാരണമായ ഒരു പല്ല് ഈ ഫ്രണ്ടിലത്തെ രണ്ട് പല്ലുകളുടെ ഇടയിൽ കിളിച്ച് നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഈ പല്ലുകൾ തമ്മിൽ അടുക്കാതിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ലിപ്സിനെയും നമ്മുടെ മോണിനെയും കണക്ട് ചെയ്യുന്ന ഒരു മ്യൂക്കോസൽ മെംബ്രെയിൻ ഉണ്ട്, ലേബിയൽ ഫ്രീൻ എന്ന് പറയും. അതിന് കട്ടി കൂടുതലോ അതിന് നീളക്കൂടുതലോ ഉണ്ടെങ്കിലും പല്ലുകൾ തമ്മിൽ അടുക്കാതിരിക്കാം. ഇനി വേറെ കോമൺ ആയിട്ട് വരുന്നൊരു കണ്ടീഷനാണ് പെഗ് ലാറ്ററൽസ്. നമ്മുടെ നടുക്കുള്ള പല്ലുകളുടെ നേരെ സൈഡിൽ ഇരിക്കുന്ന പല്ലുകളാണ് ലാറ്ററൽസ്. അത് ചെറിയ പല്ലുകളായിട്ട് വരുന്ന കണ്ടീഷൻസിലും പല്ലുകളുടെ ഇടയിൽ സ്പേസ് കാണാറുണ്ട്. ഇനി ഏതൊക്കെ കണ്ടീഷൻസിൽ ഫ്രണ്ടിലത്തെ പല്ല് മൂവ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ഹാബിറ്റ് പെർസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് തം സക്കിങ്, ടങ് ത്രസ്റ്റിങ്, അതേപോലെ തന്നെ വായിക്കൂടെ ശ്വാസം എടുക്കുന്നത്, മൗത്ത് ബ്രീത്തിങ് ഉള്ള ആൾക്കാർക്കൊക്കെ ഈ ഫ്രണ്ടിലത്തെ പല്ലുകളുടെ ഇടയിൽ സ്പേസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നൊരു കണ്ടീഷനാണ് മോണരോഗമുള്ള ആൾക്കാർക്ക് മൈഗ്രേഷൻ, പല്ലുകൾ മൂവ് ചെയ്ത് പോകാനുള്ളൊരു സിംറ്റം കൂടുതലാണ്. അങ്ങനെയുള്ളവർക്കും ഫ്രണ്ടിലത്തെ പല്ലുകളുടെ ഇടയിൽ ഗ്യാപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബാക്കിലോട്ട് പല്ലുകൾ മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പല്ലുകൾ മൂവ് ചെയ്യും. ആ കണ്ടീഷൻസിന് ഫ്രണ്ടിലത്തെ പല്ലുകളുടെ ഇടയിൽ ഗ്യാപ്പുകൾ ഉണ്ടാകാം. ഈ പല്ലുകളുടെ ഇടയിലുള്ള വിടവ് കോസ്മെറ്റിക്കലി നമുക്ക് 1-2 അപ്പോയിൻമെൻറ്റ് വഴി ഇതിനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ വിടവ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ആദ്യം കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്തിട്ട് കോസ്മെറ്റിക്കലി കറക്റ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്.